വിശ്വാസമൊക്കെ മാറ്റിയെന്നാണ്. ഏത്? നൂല് മാറ്റി, ഉറുക്ക് മാറ്റി, മന്ത്രം മാറ്റി, ഏലസ് മാറ്റി. ഇതൊക്കെ മാറ്റുക എന്നത് ഇസ്ലാഹി പ്രസ്ഥാനം വരുത്തിയ മാറ്റങ്ങളായിരുന്നു പോൽ. എന്നാൽ അതുകൊണ്ടൊന്നും ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറയുന്ന നിങ്ങൾ പറയുന്ന പ്രസ്ഥാനത്തിലെ നേതാക്കന്മാര് മാറിയിട്ടില്ല, അനുയായികളും മാറിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കുന്ന പ്രസംഗങ്ങളാണ് ഇനി കേൾപ്പിക്കാൻ പോകുന്നത്. ആദ്യം നിങ്ങൾ കേട്ടോളൂ. മന്ത്രം തന്ത്രം എന്ന് പറഞ്ഞ് പരിഹസിച്ച് മൗലവി സക്കരിയ എതിർത്ത് കളിയാക്കി പ്രസംഗിക്കുന്നു. എത്രത്തോളം ചോദിച്ചാൽ, ഉറുക്ക് എന്ന് പറഞ്ഞാല് ഒരു കഷ്ണം കടലാസ് എടുത്ത് കുട്ടികൾ ടൈം ടേബിളിൽ പറയും പോലെ തലങ്ങും വിലങ്ങും വരഞ്ഞ് അതിൽ അലിഫുരാമ് അലിഫുറാ എന്നൊക്കെ എഴുതി അതിങ്ങനെ മടക്കി എന്നിട്ട് ആരെ കെട്ടലാണ് എന്ന് പറഞ്ഞിട്ട് ഇയാൾ കളിയാക്കാൻ പരിഹസിക്കാൻ. എന്നിട്ട് ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ പ്രസംഗിച്ചു നടക്കുന്നുണ്ട് എന്ന് പരിഹസിച്ച് പറയുന്നു. എന്നാ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കണോ, അത് തന്നെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് ഇന്ന് മൗലവിമാര് പറയാൻ തുടങ്ങി. ഇനിയും എന്തിന് മുജാഹിദുകളെ നിങ്ങൾ ആ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നു? ഇതാണ് ഞങ്ങളെ ചോദ്യം. അതുകൊണ്ട് മന്ത്രം പാടില്ല എന്ന് പറഞ്ഞ് സക്കരിയ പ്രസംഗിച്ച ആദ്യം നിങ്ങളൊന്ന് കേട്ടോ. പണ്ട് വരെ അങ്ങനെയൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്, നമ്മൾ ഓർമ്മയിലുണ്ട്. എന്നാലും ആ ഓർമ്മയൊന്ന് പുതുക്കാൻ ഞാൻ ആ പ്രസംഗം ഒന്ന് കേൾപ്പിച്ചു തരാം. രോഗം വന്ന ഐക്കല്ല്, ഏലസ്, ഉറുക്ക്, മന്ത്രം, തന്ത്രം ഇതൊക്കെ ആരാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? റസൂൽ പഠിപ്പിച്ചത് രോഗം വന്നാൽ നിങ്ങൾ ചികിത്സിക്കണം. തദാവൗ, നിങ്ങൾ ചികിത്സിക്കണം. ഫഇന്നല്ലാഹ ലം യൻസിൽ ദാഅൻ ഇല്ലാ അൻസല ലഹു ദവാഅ. അല്ലാഹു ഒരു രോഗം ഇറക്കിയിട്ടുണ്ടോ അതിന് പ്രത്യൗഷധവും ഇറക്കിയിട്ടുണ്ട്. ആ ഔഷധം കണ്ടെത്തി ചികിത്സിച്ചാൽ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം രോഗം സുഖപ്പെടുന്നതാണ്. അതിന് പകരം ഇവരെന്താ ചെയ്യുന്നത്? ഒരു തങ്ങളെടുത്ത് പോവും, അവിടുന്ന് ഒരു നൂല് ഒന്ന് കെട്ട്, ഒരു കെട്ട്, എന്നിട്ടൊന്ന് കയ്യിൽ കെട്ടും. അല്ലേ? ഐക്കല്ല്, ഏലസ്, ഉറുക്കെന്നൊക്കെ പറഞ്ഞ എന്താ അതിനകത്ത് ഉണ്ടാവുക? ഒരു കഷ്ണം കടലാസ് എടുത്തിട്ട് കുട്ടികൾ ടൈം ടേബിളിന് വരയും പോലെ തെലങ്കും പലങ്കും വരയുക, അലിഫ് ലാമ് അലിഫ് റാ എന്നൊക്കെ എഴുതുക. എന്നിട്ട് ഹോമിയോപ്പതിക്കാരൻ ഗുളികപ്പൊതി ചെറുതായി മടക്കുക, എന്നിട്ട് മെഴുകിൽ പൊതിഞ്ഞ തുണിയിലാക്കുക, എന്നിട്ട് നൂല് ചുറ്റുക. ഇതാണ് ഐക്കല്ല്, ഏലസ്. അത് സ്വർണത്തിനുള്ളിലാക്കിയാലും വെള്ളിൻ്റെ ഉള്ളിലാക്കിയാലും കടലാസിനുള്ളിലാക്കിയാലും ഒക്കെ സാധനം ഇത് തന്നെയാണ്. കുരിപ്പിടിച്ചാലും അതന്നെ, ബാറ്റുന്നോ കുടിച്ചാലും അതന്നെ. ഭർത്താവ് ഗൾഫിലുള്ളപ്പോ പ്രേമം പൊളിയാതിരിക്കാൻ കൊടുക്കണ ഐക്കല്ലും അതന്നെ. കാളവൂട്ടിന് പോകുന്ന പോത്തിന്റെ അരയിൽ കെട്ടണോ അതന്നെ. ഊർച്ചമരത്തുമ്പോ കയറണ ഇരിക്കാലിപ്പോത്തിന്റെ അരയിലും അത് തന്നെ. കണ്ട നിങ്ങള്? എന്നിട്ട് പറയലാണ് ഞങ്ങള് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണ്. കാളപൂട്ടിന് പോകുന്ന പോത്തിന്റെ അരയിലും അതാണ്. കാളപൂട്ടിന് പോകല് പോത്തല്ല എന്നുള്ളത് അറിഞ്ഞുകൂടാത്ത പോത്തുകളാണ് ഇവരെന്ന് ഞാൻ പറയുന്നില്ല, അത് വേറെ വിഷയം. അപ്പൊ നോക്ക്, നിങ്ങൾ ഈ രൂപത്തിലാ മുജാഹിദീങ്ങൾ പോകുന്നത്. എന്നാൽ അതേ മുജാഹിദ് ഇന്ന് പ്രസംഗിക്കുന്ന എന്താ അറിയോ? ഡോക്ടർ സുബൈർ പ്രസംഗിക്കുന്നു, ഊതലുണ്ട്, കെട്ടിടലുണ്ട്, ശൈത്താൻ എങ്ങനെ കെട്ടിയാൽ നമുക്ക് തടഞ്ഞു വെക്കാനൊക്കെ കഴിയൂന്ന് ഡോക്ടർ സുബൈർ പ്രസംഗിക്കുന്നു. അപ്പൊ ഞാൻ സാധാരണ ചെയ്യുന്ന വെച്ചാൽ രണ്ടു രീതികൾ അഡോപ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. ഈ ആളുകൾ വരുമ്പോഴേ തന്നെ ഇതിങ്ങനെ ഓരോ കെട്ടിടും. ഈ കെട്ടിടുന്ന വെറും ഭൗതികമായ കെട്ടാണ്, മന്ത്രിച്ചോ ഊത്തിയോ കെട്ടല്ല. പക്ഷെ കെട്ടുകൊണ്ടുള്ള എഫക്റ്റ് ഞാൻ മനസ്സിലാക്കിയിട്ട് എന്താ വെച്ചാൽ, പലപ്പോഴും പോകാമെന്ന് പറയുമ്പോൾ, എന്നാൽ പോവും എന്ന് പറയുമ്പോൾ കെട്ടിട്ട് നിങ്ങൾ പോകാൻ പറഞ്ഞാൽ അഴിച്ചുവിടെന്ന് പറയും. അങ്ങനെ അഴിച്ചാൽ മാത്രമേ അവർക്ക് പോകാൻ സാധിക്കാറുള്ളൂ. അപ്പോൾ ഈ കെട്ടിട്ട് കഴിഞ്ഞാൽ കെട്ടഴിക്കാതെ ശൈത്താന് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് അതിന് കാരണം. പിന്നെ നമ്മൾ കെട്ടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, പലപ്പോഴും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തന്നെ ഇവരെന്ത് ചെയ്യും, പെട്ടെന്ന് ഒഴിഞ്ഞു കളയും. അപ്പോൾ ഒരു ലക്ഷണമൊന്നും കാണിക്കില്ല. അതുകൊണ്ട് ലക്ഷണം കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ കെട്ടുന്നത്. അപ്പോൾ ഇതിനകത്തുണ്ടെങ്കിൽ കുറേ ഓതിക്കഴിയുമ്പോഴെങ്കിലും ലക്ഷണങ്ങൾ പുറത്തേക്ക് കാണിക്കുക, അതിനു വേണ്ടിയാണ് ചെയ്യുന്നത്. അതിൽ പ്രത്യേകിച്ച് ഈ കെട്ടിട്ടിട്ട് ഊതുക എന്നുള്ള ഷിർക്കിൻ്റെ പരിപാടികൾ അതിനകത്തില്ല. വെറും ഭൗതികമായൊരു കാര്യമാണ്. ഇതുപോലെ നമ്മളൊരു കള്ളനെ പിടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്കുള്ള ഡോർ അടച്ചിട്ട് കള്ളനെ അകത്ത് തിരയുന്നത് പോലെ ഉള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അവരുടെ തലയിൽ കൈ വെച്ചിട്ട് വലത് ചെവിയിൽ ഊതുക. സ്ത്രീ ആണെങ്കിൽ എന്തെങ്കിലും നീളമുള്ള ട്യൂബ് പോലെ കടലാസ് ഒന്നും കൊണ്ടിട്ട്, കടലാസ് എന്ന് പ്രത്യേകം പറയാൻ കാരണം എന്ന് വെച്ചാൽ PVC പൈപ്പൊന്നും ഉപയോഗിച്ച് പോകുക. കാരണം ചിലപ്പോൾ ആൾ പെട്ടെന്ന് ഒറ്റ ഞെട്ടൽ ചിലപ്പോൾ മുഖം ബാക്കി ഉണ്ടാവില്ല. അതുകൊണ്ട് കടലാസ് ആകുമ്പോൾ കടലാസ് അങ്ങ് ചുളുങ്ങിക്കൊള്ളുമല്ലോ. അങ്ങനെ ഓതുമ്പോൾ പെട്ടെന്ന് ഇവരിൽ മാറ്റങ്ങൾ കാണും. അവർക്കത് പിടിച്ചു വെക്കാൻ പറ്റില്ല, പല രീതിയിൽ പ്രതികരിക്കും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ മനസ്സിലാവും ഈ രോഗിക്ക് പൈശാചിക ബാധകളാണ്. പൈശാചിക ബാധ, ആ ബാധക്കുള്ള ചികിത്സ കെട്ടിട, പക്ഷെ ഭൗതികമായ കെട്ടാണ്. മൗലവി കെട്ടിട്ടാലോ അത് ഭൗതികമായ കെട്ടിടലാണ്. അതാണുള്ള വ്യത്യാസം. അപ്പൊ എന്നിട്ട് ഊതലുണ്ട്, ശൈത്താനെ ഇളക്കാനുള്ള ഊതലുണ്ട്, മന്ത്രിക്കലും, എല്ലാ പരിപാടിയും തലേ കയ്യിൽ വെച്ച് മന്ത്രിക്കലും ഉണ്ട്. ഇനി നിങ്ങൾ കേൾക്കണോ, ഒരു കാലത്ത് ഇവർ ആശുപത്രിയിൽ പോകാത്തവരാണ്, അറിവിന്തിരിപ്പന്മാരാന്നൊക്കെ പറഞ്ഞില്ലേ സുന്നികളെ പറ്റി. ഇവരെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രസംഗിക്കുന്നു. അയാൾ എന്തേ പറയുന്നറിയോ? വലിയ വലിയ ഡോക്ടർമാര് വരെ പറയും. എന്താ ഡോക്ടർമാര് പറയുക?
ഇത് ഞങ്ങൾ ചികിത്സിച്ചാൽ മാറുന്ന രോഗമൊന്നുമല്ല, നിങ്ങളെ വല്ല ആൾക്കാരെടുത്ത് നിങ്ങൾ കൊണ്ടുപോകണം എന്ന് നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് ഒരു സുന്നിയല്ല സഹോദരന്മാര്, ഒരു മുജാഹിദ് മൗലവിയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുക, എന്താണ് മന്ത്രമെന്ന് പറഞ്ഞാൽ, ഇസ്ലാമിലെ മന്ത്രങ്ങൾ എന്നാണ് വിഷയം. എന്താണ് മന്ത്രമെന്ന് പറഞ്ഞാൽ, മന്ത്രം അതാ ഏർപ്പാടന്നെ പാടില്ല എന്നാണ് നമ്മൾ പറയാം. കാരണം അതൊക്കെ 50-60 കൊല്ലം മുമ്പ് ഇവിടുത്തെ സുന്നികളും ഖുറാഫികളും നടത്തിയിരുന്ന പരിപാടി നമ്മളൊക്കെ ഒഴിവാക്കി പോയതല്ലേ. നിങ്ങളിപ്പോൾ എന്താണ് അതിനെ തിരിച്ച് കൊണ്ടുവരികയാണോ പുതിയതായിട്ട് എന്നായിരിക്കും ഒരു പക്ഷേ ഈ നോട്ടീസ് കണ്ടപ്പോൾ ഒറ്റപ്പെട്ട ആളുകളെങ്കിലും അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിപ്പിച്ചും ഭയപ്പെടുത്തിയും സംശയമുണ്ടാക്കിയും മനുഷ്യനെ ബുദ്ധിമുട്ടാക്കും. ഞാൻ പറഞ്ഞു, ആയത്തുൽ കുർസി രാത്രി ഓതണം, എല്ലാ നിസ്കാരം കഴിഞ്ഞാൽ ഓതണം. പിശാചിനെ കുറിച്ച് എന്തെങ്കിലും വിഷമം തോന്നുമ്പോൾ നമ്മൾ ഓതണം. രാവിലെയും വൈകുന്നേരവും ഓരോ പ്രാവശ്യം ഓതണം. ഇതൊക്കെ ഹദീസുകളിൽ വന്നാണ്. അപ്പൊ സഹോദരങ്ങളെ, ഈ പിശാചിൽ നിന്നുള്ള രക്ഷ, സർവ്വ ഭയങ്ങളിൽ നിന്നുള്ള രക്ഷ യഥാർത്ഥത്തിൽ ഇത്തരം മന്ത്രങ്ങളെ കൊണ്ട് സാധ്യമാകുന്നതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സഹോദരി സഹോദരന്മാരെ, അനുവദനീയമായ പ്രാർത്ഥനകളും മന്ത്രങ്ങളും അറിയാത്തത് കൊണ്ട് ഡോക്ടർമാർ പറയും, ഡോക്ടർമാരെത്തി ചെന്നാൽ പോലും പറയും, ഇത് ഞങ്ങൾ ചികിത്സിച്ചാൽ മാറുന്ന രോഗമല്ല, ഇങ്ങളെ വല്ല ആൾക്കാരുണ്ടാവും, ഇതിൻ്റെ ആൾക്കാർ ഓരോരുത്ത് പോയിക്കോളി എന്ന് പറയും. കേട്ടിക്കണങ്ങൾ അങ്ങനെ പറയും, ഡോക്ടർമാർ പറയും. വലിയ വലിയ ആശുപത്രിയിലത്തെ ഡോക്ടർമാർ, മെഡിക്കൽ കോളേജിലത്തെ ഡോക്ടർമാർ വരെ പറയും, ഇത് ഞങ്ങൾ ചികിത്സിച്ചാൽ മാറില്ല, നിങ്ങളെ വല്ല ആൾക്കാരുടെ ഓരോരുത്ത് പോയിക്കോളി. അതുകൊണ്ട് ഡോക്ടർമാരൊക്കെ ഇനി മന്ത്രം പഠിക്കണം എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അതിനല്ലേ മുജാഹിദീങ്ങൾ ഡോക്ടർ സുബൈറിനെ ഇറക്കിയത്, മന്ത്രമൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് മൂപ്പരും കൊണ്ട് ഇറക്കിയതാ. വലിയ വലിയ ഡോക്ടർമാര് അവർക്ക് നിങ്ങളെടുത്ത് ആളെടുത്ത് പോയിക്കോ എന്ന് പറയുമ്പോ പറയണ്ടാത്ത വിധത്തിൽ അവിടെ തന്നെ മന്ത്രിക്കാനും കൂടി പറ്റിയ ഡോക്ടർ സുബൈർ അല്ലേ മുജാഹിദീങ്ങൾ ഇറക്കിയ നേതാവാണ്. നിങ്ങൾ നോക്കണം. അപ്പൊ ഒരു കാലത്ത് ഇവർ പറഞ്ഞ എത്രത്തോളം അറിയോ, 2006 ഡിസംബർ 31 മുജാഹിദുകൾ പുറത്തിറക്കിയ ഇസ്ലാഹ്, ഈ ഇസ്ലാഹിൽ അവര് എഴുതുന്ന നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഷിർക്കിന്റെ മാർഗത്തിലൂടെ രോഗം മാറ്റാൻ ശ്രമിക്കുന്ന ആത്മീയ നേതാവെന്ന് സമസ്തക്കാർ കൊട്ടിഘോഷിക്കുന്ന സാക്ഷാൽ ദേഷ്തങ്ങൾ പോലും. എന്തേ മുജാഹിദേ നിങ്ങൾക്ക് ആ ദേഷ്തങ്ങളൊന്ന് പൂരിപ്പിക്കാൻ കഴിയാതെ പോയതെന്തേ? ആരെ പറ്റിയാ മുജാഹിദ് പറഞ്ഞത്? ഷിർക്കിന്റെ മാർഗത്തിലൂടെ രോഗം മാറ്റാൻ ശ്രമിക്കുന്ന സമസ്തക്കാര് അംഗീകരിക്കുന്ന സാക്ഷാൽ ദേഷ്തങ്ങൾ അല്ലേ? ശിഹാബ് തങ്ങളെ സംബന്ധിച്ച് മുജാഹിദ് പ്രചരിപ്പിക്കുന്ന ഇങ്ങനെയാണ്, എന്ത്? ഷിർക്കിന്റെ മാർഗത്തിലൂടെ രോഗം മാറ്റാൻ ശ്രമിക്കുന്ന ആത്മീയ നേതാവെന്ന് സമസ്തക്കാര് കൊട്ടിഘോഷിക്കുന്ന സാക്ഷാൽ ദേഷ്തങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ മുജാഹിദുകൾ തങ്ങന്മാരെ ആക്ഷേപിക്കാൻ അധിക്ഷേപിക്കാൻ ഉപയോഗിച്ച ഒരു വിഷയം ഇന്ന് മുജാഹിദ് അത് അംഗീകരിക്കുന്നുവെന്ന് മാത്രമല്ല, നിങ്ങൾ കണ്ടിട്ടില്ലേ, മൗലൈമാരിന്ന് പ്രസംഗിക്കുക കൂടി ചെയ്യുകയാണ്. സലഫി വരെ പ്രസംഗിക്കുന്നു, നമ്മൾ മന്ത്രിക്കല്ല, നിങ്ങൾ നമ്മളെ പറ്റി വെറുതെ പറയാണ്. മന്ത്രം തന്ത്രം കുതന്ത്രം എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് പരിഹസിച്ച മുജാഹിദ് ഇപ്പൊ പറയുന്നത് അറിയോ? ഞങ്ങൾ മന്ത്രിക്കല്ല, നിങ്ങൾ വെറുതെ പറയാണ്, ഞങ്ങൾ മന്ത്രിക്കാറുണ്ട്, മന്ത്രത്തെ അംഗീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് സലഫിയുടെ ഒരു വാള് നാദാപുരത്ത് വെച്ച് നടക്കുന്നു. നിങ്ങൾക്ക് കേൾക്കണോ എന്താ ആരോപണം? നമ്മളിവിടെ കഴിഞ്ഞ പ്രസംഗത്തിലൊക്കെ ആവർത്തിച്ച് പറഞ്ഞതാണെന്ത്? മന്ത്രം മുജാഹിദുകൾ നിഷേധിച്ചിട്ടില്ല, മന്ത്രത്തിന് നമ്മൾ എതിരല്ല, മന്ത്രത്തിന് നാം തെറ്റുണ്ടെന്ന് പറഞ്ഞിട്ടില്ല എന്ന് കൃത്യമായി നമ്മളിവിടെ വിശദീകരിച്ചതാണ്. മന്ത്രം എന്ന് പറയുന്നത് തെറ്റുള്ളതും അല്ലാത്തതുമുണ്ട്, ദുർമന്ത്രങ്ങളില്ല. ആ രൂപത്തിലുള്ള മന്ത്രങ്ങളല്ലാത്ത ശരിയായ മന്ത്രങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കുന്നതാണ്, നമ്മളും മന്ത്രിക്കാറുണ്ട്, രോഗികൾക്ക് മന്ത്രിക്കേണ്ടതുണ്ട്. എന്നാ മൗലവി, ഒരു കാലത്ത് നിങ്ങൾ ഇങ്ങനെ ദുർമന്ത്രം നല്ല മന്ത്രം എന്നൊന്നും വേർതിരിക്കാതെ തന്നെ മന്ത്രത്തെ മുഴുവനും നിങ്ങൾ എതിർത്തവരാണ്. അതിന്റെ തെളിവാ ഞാൻ ഉദ്ധരിച്ചത്. മന്ത്രത്തിലൂടെ ഉപകാരം ലഭിക്കുന്നു എന്ന് വിശ്വസിച്ചാല് മറഞ്ഞ മാർഗത്തിൽ അല്ലാഹു അല്ലാത്തതിൽ നിന്ന് ഉപകാരം പ്രതീക്ഷിക്കലാണ്. അത് ഇസ്ലാമിന്റെ പുറത്തു പോകുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഒരു വിശ്വാസം നിലനിന്നിരുന്ന സമൂഹമാണ് കേരളത്തിലെ മുസ്ലിങ്ങള്. അത് തിരുത്തി വന്ന പ്രസ്ഥാനമാണ്, മാറ്റത്തിരുത്തലുകൾ വരുത്തിയതാണ് ഇസ്ലാഹി പ്രസ്ഥാനമെന്ന് ഇന്ന് നിങ്ങളും മന്ത്രിക്കുന്നുണ്ട് അല്ലേ? എന്നാൽ അത് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരും നേതാക്കളും മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടാക്കിയ മാറ്റമാണ്.